ഒരു സെക്കൻഡ്, സൗദി അറേബ്യയിൽ ആക്രമണം ഉണ്ടായെന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. MCA നാസർ എന്നോടൊപ്പം ചേരുന്നു. MCA, സൗദിയിൽ എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ? നിഷാദ്, AFP വാർത്താ ഏജൻസിയാണ് ഇപ്പോൾ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. സൗദി തലസ്ഥാന നഗരിയായ റിയാദിൽ ആക്രമണം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടാണ്. കൂടുതൽ വിശദാംശങ്ങളോ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമോ സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നേരത്തെ ഇപ്പോൾ ഇത് 5ാമത്തെ രാജ്യമാണ്. ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അമേരിക്കൻ വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെ, ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഇറാനും നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വളരെ മുൻകരുതൽ നടപടികൾ പല രാജ്യങ്ങളും കൈക്കൊണ്ടിരിക്കുകയാണ്. മിക്ക ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് എല്ലാ ഇങ്ങോട്ടുള്ള സർവീസുകളെയും ഇവിടെ നിന്നുള്ള സർവീസുകളെയും അത് വളരെ പ്രതികൂലമായി ബാധിക്കും. ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോൾ ഈ വ്യോമാതിർത്തി അടച്ചിട്ടത് പുനഃസ്ഥാപിക്കുമെന്ന കാര്യത്തിലും അവ്യക്തത തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ബഹ്റൈനിൽ അല്പം മുമ്പ് വീണ്ടും സ്ഫോടനം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ബഹ്റൈനിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ട അമേരിക്കയുടെ വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്, അതോടൊപ്പം തന്നെ നാവിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. തെല്ലവീവിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഇറാൻ മിസൈൽ രൂപപ്പെടുത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ അവിടെ നിന്ന് ലഭിക്കുന്നു. റാമല്ല, ജെറൂസലം എന്നിവിടങ്ങളിലും മിസൈൽ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം ഇതിന്റെ നാശനഷ്ടങ്ങളെക്കുറിച്ചും ആളപായത്തെക്കുറിച്ചും ഒന്നും ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമോ പുറത്തുവിടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഭയാശങ്കകൾ തന്നെയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം 2003 ഇറാഖിലേക്കുള്ള അമേരിക്കൻ അധിനിവേശം നടന്ന ഘട്ടത്തിലോ അതിനു മുമ്പോ ഒരുപക്ഷെ കുവൈത്ത് അധിനിവേശത്തിന്റെ ഒരു സമയത്ത് മാത്രമാണ് വലിയ തോതിലുള്ള പ്രതിസന്ധി രൂപപ്പെട്ടത്. പക്ഷേ പതിറ്റാണ്ടുകൾക്കിപ്പുറം കൂടുതൽ ശക്തമായിട്ടുള്ളൊരു ഭയാശങ്കകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണങ്ങൾ വരുന്നതിന് മുമ്പ് ഒരു സ്ഥിരീകരണം നൽകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, അൽ ജസീറ റിപ്പോർട്ട് എന്താണ് പറയുന്നത് ഈ സൗദി അറേബ്യയിലെ ആക്രമണത്തെക്കുറിച്ച്? MCA, സൗദിയിലെ ഏതെങ്കിലും ബേസ് ആക്രമിക്കുകയാണോ അതോ ക്യാപിറ്റൽ സിറ്റി ആക്രമിക്കുകയാണോ ഉണ്ടായിട്ടുള്ളത്? നിഷാദ്, അക്കാര്യത്തിൽ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം AFP വാർത്താ ഏജൻസിയാണ് ഇപ്പോൾ അവിടെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാൻ സാധിക്കും, അരാംകോ ഉൾപ്പെടെ അമേരിക്കയുടെയും സൗദിയുടെയും പങ്കാളിത്തത്തിലുള്ള വലിയ എണ്ണ സംരംഭങ്ങളുള്ള സ്ഥലം കൂടിയാണ് റിയാദ് നഗരവും അല്ലെങ്കിൽ സമീപ നഗരങ്ങളുമൊക്കെ. അപ്പോൾ അവിടേക്കൊക്കെ ആക്രമണം നീങ്ങുക എന്നത് ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഇല്ലാത്ത ഒരു സംഭവ വികാസമാണ്. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തങ്ങൾക്കെതിരെ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് ഏതറ്റം വരെയും തങ്ങൾ പോകും, ഏറ്റവും ശക്തമായിട്ടുള്ള നീക്കം നടത്തുമെന്ന് ഇറാൻ പറയുമ്പോൾ അത് ഈ മേഖലയിലൂടെ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. കാരണം സമീപകാലത്ത് ഒന്നുമില്ലാത്ത വിധത്തിൽ ഇറാനുമായിട്ട് ഏറ്റവും നല്ല ബന്ധം രൂപപ്പെടുത്തിയ രാജ്യമാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ. പല പ്രതിസന്ധികളും വംശീയമായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെ ഇറാൻ പല ഘട്ടങ്ങളിലും പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതൊക്കെ മറന്നുകൊണ്ട് ഇറാനുമായിട്ട് നല്ല നയതന്ത്ര ബന്ധം രൂപപ്പെടുത്താൻ ഖത്തറും ബഹ്റൈനും UAEയും അതോടൊപ്പം തന്നെ സൗദിയും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് പരസ്പരമുള്ള ബന്ധം ഏറ്റവും മികച്ചൊരവസ്ഥയിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്നത് ഇറാനെതിരെ ഈ ഗൾഫ് രാജ്യങ്ങൾ കൂടുതൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയ്ക്ക് നേരെ വലിയൊരു ഭീഷണിയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം. ശരി, MCAയിലേക്ക് വരാം. സുഹൈലും, സൗദി അറേബ്യ ആക്രമിക്കപ്പെടുക എന്ന് വെച്ചാൽ ഈ യുദ്ധം അതിന്റെ പരമാവധിയിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത ഏറിയെന്നല്ലേ? തീർച്ചയായും. സൗദി അറേബ്യയിലെ റിയാദിലേക്ക് വരെ ഈ മിസൈലുകൾ എത്തിയെന്ന് പറയുമ്പോൾ ദീർഘദൂരം താണ്ടി അവിടേക്ക് എത്തിയെന്ന് മാത്രമല്ല, ഈ യുദ്ധത്തിന്റെ വ്യാപ്തി എല്ലായിടങ്ങളിലേക്കും എത്തിയെന്നുള്ളതാണ്. സൗദി അറേബ്യ പറയുന്നു, ഞങ്ങളുടെ വ്യോമപാത ഈ ഇറാന് നേരെ ആക്രമിക്കരുത് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് നേരെ പോലും ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഗൾഫ് മേഖലയാകെ വലിയൊരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വാഭാവികമായും ഡൊണാൾഡ് ട്രംപുമായി പലതരത്തിലുള്ള ആശയവിനിമയത്തിന് സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ഈ സമ്മർദ്ദം തുടർന്നതാണ്. പക്ഷേ അത്തരം സമ്മർദ്ദങ്ങളെക്കാൾ വലുത് ട്രംപിന് നെതന്യാഹു ഉയർത്തുന്ന സമ്മർദ്ദമാണ് എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിലേക്കും അതിൽ നയിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്.
ഇനി നമ്മൾ സൂക്ഷിച്ചതാക്കുന്നത് നെതന്യാഹുവിൻ്റെ ഒരു യുദ്ധവിജയത്തിനു വേണ്ടിയുള്ള കളമൊരുക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കാണും ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ചുറ്റുമുള്ള എല്ലാ കേന്ദ്രങ്ങളെയും തകർക്കുകയും തരിപ്പണമാക്കുകയും അവിടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും വലിയ നേതാക്കളെ കൊന്നൊടുക്കുകയും ചെയ്തതിനു ശേഷം ഈ മേഖലയിലെ ഇസ്രായേലിന്റെ ഒരേയൊരു ഭീഷണിയായിട്ടുള്ള ഇറാനെ കൂടി തകർത്ത് ഒരു ടോട്ടൽ വിക്ടറി, ആ ടോട്ടൽ വിക്ടറി നേടാൻ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന് സഹായം ഒരുക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വിശകലനങ്ങൾ ഇപ്പോൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇറാനിലുള്ള ഭരണമാറ്റത്തെ കൂടി അമേരിക്ക ലക്ഷ്യം വെക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. പക്ഷേ അത് എത്ര പെട്ടെന്ന് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെന്റഗൺ ഇത്തരം റിപ്പോർട്ടുകളെല്ലാം ഡൊണാൾഡ് ട്രംപിന് മുമ്പിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇറാൻ എന്ന് പറയുന്നത് മറ്റൊരു രാജ്യമാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഏകദേശം 5 ദശകത്തോളമായി ഇറാനും US തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. അമേരിക്ക തകർന്ന് തരിപ്പണമാവുകയും അതേപോലെ തന്നെ നാണം കെട്ട് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് 1970കളിലെ വിപ്ലവത്തിന് ശേഷം നടന്ന സംഭവവികാസങ്ങളിലൂടെയാണ്. US എംബസിയെ ഇറാനിലുള്ള വിപ്ലവകാരികൾ ആക്രമിക്കുന്നു, അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്നു. ആ ബന്ദികളെ വിട്ടയക്കാൻ വേണ്ടിയുള്ള വലിയൊരു ഓപ്പറേഷൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോഴും ആ ഓപ്പറേഷനും തകർന്ന് തരിപ്പണമാകുന്നു. അങ്ങനെ നാണം കെട്ടുകൊണ്ട് അമേരിക്ക ഇറാന് മുമ്പിൽ കീഴടങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ന് മുതൽ തന്നെ ഇറാനിലുള്ള ഷിയ ഭരണകൂടത്തെ അട്ടിമറിക്കണം എന്നുള്ളത് അമേരിക്കയുടെ താല്പര്യമാണ്. അതിനേക്കാൾ വലിയ ലക്ഷ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയം മാറുക എന്നുള്ളത്. അപ്പോൾ ഒരു സമ്പൂർണ്ണ വിജയം ഇസ്രായേലിന് ഒരുക്കി കൊടുക്കാൻ, നെതന്യാഹുവിന് ഒരുക്കി കൊടുക്കാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഗ്രൗണ്ട്, അത് എന്തുമാത്രം മാനവരാശി അതിന് പേ ചെയ്യേണ്ടി വരും, അതിനുവേണ്ടി സഹിക്കേണ്ടി വരും, അതിനുവേണ്ടി ദുരിതം സഹിക്കേണ്ടി വരും എന്ന ചോദ്യം അവിടെ ഉണ്ട്. എന്ന് മാത്രവുമല്ല, 79 വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക് റെജീമിന്റെ തകർച്ചയാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത്. അങ്ങനെ തകരുന്നതിന് മുൻപ് അവസാനത്തെ ഏത് കളിക്ക് അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം ഇറങ്ങിത്തിരിക്കും, അത് ആ മേഖലയിൽ എന്തുമാത്രം അപകടങ്ങൾ ഉണ്ടാക്കും എന്നതുകൂടിയാണ് ഇപ്പോൾ ഉയർത്തുന്ന ഏറ്റവും ആദ്യമുള്ള ചോദ്യം.